ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ ഓഫ് മാസ്റ്റർ ഗെയിമിംഗ് 3. അപ്പോൾ ഇന്ന് ന്യൂ ഇയർ ഒക്കെ ആയിട്ട് ഞാൻ എൻ്റെ വീട്ടിലോട്ട് തിരിച്ചു വന്നായിരുന്നു. ഞാൻ കുറേ നാൾ വേറെ സ്ഥലത്തായിരുന്നു. അപ്പോൾ വേറൊരാളാണ് ഇവിടെ നോക്കി കാര്യമൊക്കെ നടത്തിക്കൊണ്ടിരുന്നത്. ഇപ്പം ഞാൻ വീട്ടിൽ തിരിച്ചു വന്നതേ ഉള്ളൂ. അപ്പോൾ ഞാൻ ഇന്നത്തെ വീഡിയോയിൽ കാണിച്ചു തരാൻ പോകുന്നത് കുറച്ച് ഗ്ലിച്ചസാണ്, അൾട്ടിമേറ്റ് ഗ്ലിച്ചസാണ് കാണിച്ചു തരാൻ പോകുന്നത്. ആദ്യം തന്നെ നമ്മുടെ ആദ്യത്തെ ഗ്ലിച്ച് എന്ന് പറയുന്നത് നമുക്ക് കുതിരയാവാം ഗൈസ്. പക്ഷെ ഇച്ചിരി പാടാണ്, നല്ല പാടാണെന്ന് പറഞ്ഞാൽ നല്ല പാടാവും. ചിലപ്പോൾ ഒരു 3-4 മിനിറ്റ് എടുക്കുമായിരിക്കും ഇത് ചെയ്യാൻ. അപ്പോൾ നമുക്ക് ചെയ്യാൻ ആദ്യം കുതിരയെ വിളിക്കണം. കുതിരയുടെ നമ്പർ എന്ന് പറഞ്ഞാൽ 200 ആണ്. ഓക്കെ, കുതിര വന്നിട്ടുണ്ട്. ഇനി കുതിരയുടെ അടുത്ത് പോയി നിൽക്കുക നിങ്ങൾ. ഇനി കുതിരയെ പതുക്കെ തള്ളുക. ഭയങ്കര പാടാണിത്, ഞാൻ കുറേ തവണ ചെയ്തിനി. ഓ മൈ ഗോഡ്, തെറ്റി. അയ്യോ യെസ് ഗൈസ്, സോ ഫൈനലി നമ്മൾ കുതിരയായി. ഇനി താഴോട്ട് ചാടാം നമുക്ക്. നമ്മുടെ ക്യാരക്ടർ താഴെ പോയെന്ന് തോന്നുന്നടേ. അതുകൊണ്ട് അയാൾ താഴോട്ട് പോകുന്നു. സോ ഫൈനലി നമ്മൾ കുതിരയായിട്ടുണ്ട് ഗൈസ്. ഓക്കെ ഗൈസ്, നിങ്ങൾക്ക് ലിറ്ററലി നോക്കുമ്പോൾ കാണാൻ പറ്റും നമ്മൾ കുതിരയാണ്. നമ്മുടെ ആ ആൾ ഗ്ലിച്ചടിച്ച് പോയി. യഥാർത്ഥത്തിൽ അയാൾ ഇതിൻ്റെ മേളിലുണ്ട്, പക്ഷേ ഗ്ലിച്ചടിച്ച് പോയതാണ്. അപ്പോൾ നമ്മൾ കുതിരയായിട്ടുണ്ട് ഗൈസ്. സോ ഫൈനലി ഈ ഗ്ലിച്ച് നിങ്ങൾക്ക് എല്ലാവർക്കും ട്രൈ ചെയ്യാം. അപ്പോൾ ഇതേപോലെ കുറേ ഗ്ലിച്ച് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കുന്നതാണ്. ഇത് തുടക്കം മാത്രമാണ് ഫ്രണ്ട്സ്. അപ്പോൾ വീഡിയോ കണ്ടിട്ട് ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത എല്ലാവരും ഇപ്പം തന്നെ സബ്സ്ക്രൈബും ചെയ്യുക. പിന്നെ ഇതുവരെ ലൈക്ക് ബട്ടൺ അടിച്ചു പൊട്ടിക്കാത്ത എല്ലാവരും ഇപ്പം തന്നെ ലൈക്ക് ബട്ടൺ അടിച്ചു പൊട്ടിക്കുക ഗൈസ്. നമുക്കിതിൽ നിന്ന് ഇറങ്ങാനുള്ള ബട്ടനൊക്കെ പോയി കേട്ടോ. ഇനി ബാക്ക് അടിക്കണമെങ്കിൽ നമ്മൾ ആദ്യം തൊട്ട് എടുക്കണം ഗൈസ്. അതാണ് ഗ്ലിച്ച് നോക്കാൻ പോവാണ് നമ്മൾ. ഗ്ലിച്ചാണ്, ഫുള്ള് ഗ്ലിച്ച്, നോ അപ്ഡേറ്റ് അതൊന്നുമില്ല. ഇപ്പോൾ ബീച്ച് സൈഡാണ്. കുതിരനാണെങ്കിൽ ഭയങ്കര പതുക്കെ പോകുന്നത്. ചേട്ടാ വണ്ടി തരൂ. ഓ ആകാശത്തായ കുതിര വെള്ളത്തിലോടാൻ പറ്റും. ഇത് ഇച്ചിരി സ്പീഡിൽ ഓടുന്നില്ലല്ലോ ഈ കുതിര. ചേട്ടാ കുതിര സ്പീഡിൽ ഓടുന്നില്ല ഗൈസ്. അപ്പോൾ നമുക്ക് വെപ്പൺസ് ഒന്നും എടുക്കാൻ പറ്റത്തില്ല കുതിരനെ കൊണ്ട്. ആകെ ഈ ഹാങ്കിളൊക്കെ മാറ്റാനേ പറ്റൂ. അപ്പോൾ ഇതാണ് കുതിരയുടെ ഗ്ലിച്ച്. നിങ്ങൾക്ക് ഇത് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. എന്നിട്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്കും ചെയ്തോ ഗൈസ്. അപ്പോൾ കുതിരനെ കൊള്ളാം ഗൈസ്, നല്ല രസമുണ്ട് കുതിരൻ. ആ ഗ്ലിച്ച് നിങ്ങൾക്ക് ട്രൈ ചെയ്യാം. അപ്പോൾ ഇനി അടുത്ത ഗ്ലിച്ച് നമുക്ക് എടുക്കാം ഗൈസ്. അപ്പോൾ കുതിരയിൽ ഇറങ്ങാൻ പറ്റത്തില്ല, ഫോൺ എടുക്കാൻ പറ്റത്തില്ല, ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ നമുക്ക് നേരെ ബാക്ക് അടിക്കാം ഗൈസ്. ഞാൻ ആദ്യം വിചാരിച്ച കുറേ ടൈം എടുക്കുമെന്നാണ്. കാരണം ഇങ്ങനെ കുറേ ടൈം എടുക്കും എത്തുമെന്നാണ് ഞാൻ വിചാരിച്ച ആ കുതിരയാവാൻ. ഓക്കെ ഫ്രണ്ട്സ്, ഞാനിവിടെ എത്തിയിട്ടുണ്ട്. ഇനി നമ്മുടെ തൊപ്പി മാറ്റിയേക്കാം, ഈ ബാഗ് ഇടാം ഗൈസ്. ഇനി അടുത്ത ഗ്ലിച്ച് എന്ന് പറഞ്ഞാൽ നമുക്കൊരു പട്ടിയാവാൻ പറ്റും ഗൈസ്. ഈ തോക്കെടുത്തിട്ട് നമുക്കിതങ്ങ് വെടി വെച്ചാലോ ഗൈസ്. കാരണം ഇത് ഫൺ ട്രാക്കാണ് ഞാൻ എടുത്തേക്കുന്നത്. യെസ് ഗൈസ്, അതിൽ നിന്ന് പൊട്ടിക്കോളും. ഇനി നമുക്ക് നമ്മുടെ മൊബൈൽ എടുക്കുക. പട്ടിയുടെ ചീറ്റ് കോഡ് അറിയാത്ത ആൾക്കാർക്ക് ഞാൻ പറഞ്ഞു തരാം. പട്ടിയുടെ ചീറ്റ് കോഡ് എല്ലാവർക്കും അറിയായിരിക്കും. അറിയത്തില്ലെങ്കിൽ നിങ്ങൾ ആദ്യമായിട്ടായിരിക്കും IBD 3D കളിക്കുന്നത്. അപ്പോൾ കഴിഞ്ഞ ദിവസമായിരുന്നോ അല്ല ഇന്നലെ IBD 3Dയുടെ 4th ആനിവേഴ്സറി ആയിരുന്നു. നമ്മുടെ ന്യൂ ഇയർ ഒക്കെ ആണല്ലോ. അപ്പോൾ എല്ലാവർക്കും ഹാപ്പി ന്യൂ ഇയർ ഫ്രണ്ട്സ്. അപ്പോൾ എൻ്റെ എല്ലാ സബ്സ്ക്രൈബേഴ്സിനും വ്യൂവേഴ്സിനും ഹാപ്പി ന്യൂ ഇയർ ഫ്രണ്ട്സ്. അപ്പോൾ നമുക്ക് പട്ടിയുടെ ഗ്ലിച്ചിലോട്ട് കിടക്കാം. പട്ടിയുടെ നമ്പർ 600 ആണ്. ഇനി 3 പട്ടിയെ ഒരുമിച്ച് സ്പോൺ ചെയ്യുക. 600. യെസ്, ഇനി അവിടെ തട്ടിയിടാതെ പതുക്കെ അടുത്ത് പോവുക. എന്നിട്ട് ആ ബട്ടൺ ഞെക്കുക. നിങ്ങളപ്പം നടുക്ക് പട്ടിയുടെ ദേഹത്ത് കയറിയിട്ടുണ്ട്. ഈ ക്യാമറ ആംഗിൾ ഇടുമ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും, പട്ടിയുടെ വാ കാണാൻ പറ്റും. അപ്പോൾ ഇതിനൊരു മിനി പട്ടിയുടെ ഗ്ലിച്ച് എന്നും പറയും. നിങ്ങൾക്ക് പട്ടിയാവാൻ പറ്റുന്ന ഗ്ലിച്ചാണിത്. ഇതാ കണ്ടോ, നമ്മുടെ വാ പട്ടിയെ പോലായി. പക്ഷെ ഇവിടുന്ന് നോക്കുമ്പോൾ നമ്മൾ പട്ടിയൊന്നുമല്ല. അതാ ഇതൊരു അൾട്ടിമേറ്റ് ഗ്ലിച്ചാണ് ഫ്രണ്ട്സ്. ഇത് ഇപ്പം നമ്മൾ പതുക്കെ ഇതിൽ നിന്ന് ഇറങ്ങാൻ തുടങ്ങിയ ഈ വാ പെട്ടെന്ന് അങ്ങ് പോകും. ഇത് മറ്റേ പട്ടികളുടെ വാ എന്ന് തോന്നുന്നു ഗൈസ്. ഇപ്പോൾ പോവായിരിക്കും. യെസ് ഗൈസ്, ഇപ്പോഴും ചെറുതായിട്ട് കാണാം. യെസ് ഗൈസ്, ഇപ്പോൾ 2 പട്ടി നമ്മുടെ കൺട്രോളിലുണ്ട് ഗൈസ്. ഇതാണ് ഇപ്പോൾ നമ്മൾ 2 വണ്ടിയോ 2 നമുക്ക് കയറി റൈഡ് ചെയ്യാൻ പറ്റുന്ന 2 സാധനം സൈഡിൽ നിർത്തിയിട്ട് ആ 2ലും ഒരുമിച്ച് കയറിയാൽ ആ 2 സാധനം നമ്മുടെ കൺട്രോളിൽ വരും. ഇപ്പോൾ 3 ഉള്ളതുകൊണ്ട് 2 എണ്ണേ എൻ്റെ കൺട്രോളിൽ വന്നുള്ളൂ. യെസ് കേട്ടോ, 2 പട്ടി നമ്മുടെ കൺട്രോളിലുണ്ട്. ഇനി വേറൊരു കാര്യം ഞാൻ കാണിച്ചു തരാം. അത് അൾട്ടിമേറ്റ് സൂപ്പർ ഗ്ലിച്ചാണ്. ഇതിൻ്റെ പുറകെ വരും? ഇല്ല, പുറകെ വരത്തില്ലെന്ന് തോന്നുന്നു.
ഇനി അടുത്ത സാധനം എന്ന് പറഞ്ഞാൽ നമ്മുടെ കുതിരയെ വെച്ചിട്ട് തന്നെയാണ്. നമ്മുടെ കുതിര ആദ്യം സ്പോൺ ചെയ്യുക 200. എന്നിട്ട് 1111 നമ്മുടെ സൈക്കിളാണ്. യെസ് ഗൈസ്, സൈക്കിൾ സ്പോണായി. അയ്യോ സൈക്കിൾ ഇങ്ങനെ ആയിപ്പോയി ഗൈസ്, പണിപാളി ഗൈസ്. നമുക്ക് ഒന്നും കൂടി സ്പോൺ ചെയ്യാം. കുതിരേനെ ആദ്യം സ്പോൺ ചെയ്യാൻ 200. നിങ്ങൾക്കും ഗ്ലിച്ചസ് വല്ലതും അറിയാമെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക കേട്ടോ. 111. ഓക്കെ ഗൈസ്, ഇത് മതിയായിരിക്കും തോന്നുന്നു എനിക്ക്. ഇനി നമുക്ക് ഇങ്ങോട്ട് ചെന്ന് നിൽക്കണം. അയ്യോ ആ ബട്ടൺ രണ്ടിലും കയറണം നമ്മൾ. യെസ് ഗൈസ്. യെസ് ഗൈസ്, നമ്മൾ ഭൂമിയുടെ അടിയിൽ പോയി ഗൈസ്. ഇനി ഗൈസ് ഒരു കുഴപ്പം പറ്റി ഗൈസ്. നമ്മൾ സ്റ്റിയറിങ് ഇതായിപ്പോയി. നമ്മുടെ മനുഷ്യനെ നോക്കി. നമുക്കൊന്ന് ആദ്യം തൊട്ട് ഇത് ചെയ്യണം ഗൈസ്. സ്റ്റിയറിങ് മറ്റേ ആരോ അല്ല ഇത്. ഞാൻ മാറ്റിയതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ അത് ആരോ അല്ലായിരുന്നു ഗൈസ്. അതാണ്, എനിക്ക് ആരോയിൽ ചെയ്തിട്ടേ പരിചയമുള്ളൂ. എനിക്ക് ഈ ബാഗിൻ്റെ കളറാണ് ഇഷ്ടം. ഓക്കെ, അത് നന്നായിട്ട് ഗ്ലിച്ചായിട്ട് വന്നതായിരുന്നു, പക്ഷെ നിങ്ങൾ കാണിക്കാൻ പറ്റിയില്ല എനിക്ക്, സോറി. ഓക്കെ, ഇനി ഇച്ചിരി ദൂരോട്ട് 1111. ഓക്കെ ഗൈസ്, ഇത് മതിയായിരിക്കും തോന്നുന്നു. രണ്ടിൻ്റെ സൈഡിൽ പോയി എനിക്ക് യെസ് ഗൈസ്. വന്നു. യെസ് ഗൈസ്. അതെന്താ മാറാത്തത് ഗൈസ്? ഓക്കെ ഗൈസ്, ഇപ്പോൾ എങ്കിൽ ആ സ്റ്റിയറിങ് മാറിയാൽ മതി. എനിക്ക് സ്റ്റിയറിങ്ങിൽ ഓടിക്കാൻ ഭയങ്കര പാടാണ് ഈ ഗെയിമിൽ. ഓക്കെ ഇപ്പം മാറിയതാ. നിങ്ങൾ നോക്കിക്കോണം, നമ്മൾ ക്യാരക്ടർ മണ്ണിൻ്റെ അടിയിലോട്ട് കുതിർന്നു പോയതുപോലെ എന്തോ ആയി. നമ്മുടെ കാലൊക്കെ ഇങ്ങനായി. എനിക്ക് തോന്നുന്നു നമ്മൾ കുതിര ഗൈസ്, എൻ്റെ അമ്മച്ചി നമ്മൾ ഇപ്പോൾ സൈക്കിളിലല്ല, പക്ഷേ നമ്മുടെ ക്യാരക്ടർ മണ്ണിൻ്റെ അടിയിൽ പോയി. നമ്മൾ ദൂരെ പോകുന്നതിനനുസരിച്ച് എൻ്റെ അമ്മച്ചി ഇതെന്ത് അൾട്ടിമേറ്റ്. അയാളവിടെ ഇയാളെന്താണ് ഡാൻസ് കളിക്കുന്നത്? അങ്ങനത്തെ രീതിയിൽ വല്ലാത്തൊരു ഗ്ലിച്ചാണ് ഗൈസ് ഇത്. നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കൂ. എൻ്റെ അമ്മച്ചി ഇയാൾ റബ്ബർ ബാൻഡാണ്. നമ്മൾ ഇടിക്കുന്നതിനനുസരിച്ച് ഇങ്ങോട്ടൊക്കെ വരുന്നത്. അയാൾ എന്തോ വൃത്തത്തിൽ വീണു പോയെന്ന് തോന്നുന്നു. എന്താണ് ഈ ഗെയിമിൽ ഒരു നമ്മൾ നീന്തി ഒരു സ്ഥലം വരെ പോകുമല്ലോ. ഇയാൾ കാലൊക്കെ പൊക്കി പക്ഷിയെ പോലിട്ട് യോഗ ചെയ്യുന്ന എന്തൊക്കെയോ കാണിക്കുന്നത്. ഇയാളിങ്ങനെ ചത്തുപോയെന്ന് തോന്നുന്നത്. കാലൊക്കെ തന്നെ പൊങ്ങുന്നു. നമ്മളിപ്പോൾ സൈക്കിളാണ് ഗൈസ്. ആ ആൾ ഗ്ലിച്ചടിച്ച അടിയിൽ പോയാലും അയാൾ കുതിരയെ സൈക്കിളാണെന്ന് വിചാരിച്ച് ഓടിക്കാൻ തുടങ്ങി. സൈക്കിളിനെ കുതിരയാണെന്ന് വിചാരിച്ച് ഓടിക്കാനാണെന്ന് തോന്നുന്നു. അപ്പോൾ അയാൾ മണ്ണിൻ്റെ അടി കുഴിഞ്ഞു പോയി. അയാളുടെ ജീവനൊക്കെ പോയി. അയാളുടെ തലയൊക്കെ കിടന്ന് കുലുങ്ങുവാണ്. എന്തുവാടേ ഇത്? ഫുള്ള് ഗ്ലിച്ചാണല്ലോ ഡേ. ഇപ്പം നമ്മൾ ഇറങ്ങുമ്പോൾ നമ്മൾ മറ്റേ ക്യാരക്ടർ ആവുമായിരിക്കും. ഇതിപ്പോൾ നമുക്ക് കുറച്ച് നേരം പേടിപ്പിക്കാം, ഗോസ്റ്റാന്ന് പറഞ്ഞിട്ടെ. കാരണം സൈക്കിളില്ലാതെ പാസഞ്ചർ ഇല്ലാതെ സൈക്കിൾ എങ്ങനെ ഓടുന്നത്? ഇതിപ്പോൾ വല്ലാത്ത ഗ്ലിച്ചാണ്. നിങ്ങൾ നോക്കിക്കോ. അയാളുടെ ദേഹം മണ്ണിൻ്റെ അടിയിൽ പോയി അയാളുടെ കാലൊക്കെ ഇട്ട് പോക്കുന്നത്. ഭയങ്കര കോമഡി പിടിച്ച ഗ്ലിച്ചാണ്. നമ്മൾ തിരിക്കുമ്പോഴൊക്കെ ഇങ്ങനെ ആവും. പിന്നെ ആൾക്കാരെ പേടിപ്പിക്കാം നമുക്ക്. ഇങ്ങനത്തെ ക്യാമറ ആംഗിൾ ഇട്ട് നമ്മൾ സൈക്കിളല്ല ഗൈസ്. എനിക്ക് മനസ്സിലായി, നമ്മൾ കുതിരയിലാണ് ഇരിക്കുന്നത്. അപ്പം അയാൾ കുതിരയിലാണ് യഥാർത്ഥത്തിൽ കയറേണ്ടത്, പക്ഷെ അയാൾ സൈക്കിളിൽ കയറിപ്പോയി. അതുകൊണ്ട് സൈക്കിളിൽ കയറിയിട്ട് കുതിര കയറുന്ന പോലെ ഇരുന്നുകൊണ്ടാണ് ഗ്ലിച്ചടിച്ച് മണ്ണിൻ്റെ അടിയിലോട്ട് പോയത്. പക്ഷെ നമ്മൾ ഇങ്ങനെ ഇടുമ്പോൾ നമ്മൾ കുതിരയാണ്, പക്ഷേ ബൈക്ക് പോലെ നമുക്ക് ഓടാനൊന്നും പറ്റുന്നില്ല. മനസ്സിലായില്ലേ? അത്രയ്ക്കും ഗ്ലിച്ചാണ്. ചിലപ്പോൾ ഇവരിനി അടുത്ത അപ്ഡേറ്റ്സിൽ ഇത് ക്ലിയർ ചെയ്യുമെന്ന് തോന്നുന്നു. കാരണം എല്ലാവരും ഇപ്പോൾ ഈ ഗ്ലിച്ച് പുറത്ത് കാണിച്ചു തുടങ്ങി. അപ്പോൾ ഇതൊരു അൾട്ടിമേറ്റ് ഗ്ലിച്ചാണ്. ഈ ഗ്ലിച്ച് ഇഷ്ടപ്പെട്ട ഒരു ലൈക്ക് തരിക. ആരും പേടിക്കുന്നില്ലല്ലോ, ആൾക്കാരെയൊന്നും കാണുന്നില്ല ഗൈസ്. അതാണ് എല്ലാവരും മാഞ്ഞു പോയാൽ. നമ്മുടെ ക്യാരക്ടറും മാഞ്ഞു പോയി, വണ്ടിയൊക്കെ മാഞ്ഞു പോകുന്നു ഗൈസ്. വല്ലാത്ത ഗ്ലിച്ച് പിടിച്ചല്ലോ ഇത്. ഈ ഗെയിം ഇപ്പോൾ കുറേ നാളുടെ ഗ്ലിച്ചാണ്. എന്നാൽ ഇതാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട അൾട്ടിമേറ്റ് ഗ്ലിച്ച് ഗൈസ്. അപ്പോൾ ഈ വണ്ടി ഇവിടെ നിൽക്കുന്ന ആൾക്കാരെ പേടിപ്പിക്കാം. അയ്യോ എൻ്റെ അമ്മേ. അവിടെ 2 പേരുണ്ട്, അവരെ പേടിപ്പിക്കാം. ഇവിടുത്തെ ആൾക്കാർക്ക് ഒരു പേടിയില്ല ഗൈസ്. സൈക്കിളിൽ മനുഷ്യനില്ല, സൈക്കിളിൽ പോകുന്ന കണ്ടിട്ട് ഇവരെന്തുവാടേ ചെയ്യുന്നത്? എൻ്റെ അമ്മച്ചി ഇതെന്തുവാടേ? ഫുള്ള് ഗ്ലിച്ച് ഗൈസ്. ഈ ഗെയിമൊക്കെ ആരാണാവോ ഉണ്ടാക്കിയത്? നിറയെ ഗ്ലിച്ച് വെച്ചിട്ടാണ് ഇവരുണ്ടാക്കിയത്. പക്ഷേ ഗ്ലിച്ച് കാരണമാണ് ഈ ഗെയിം ഫേമസ് ആയതെന്നാണ് ഇപ്പം എനിക്ക് തോന്നുന്നത്. കാരണം അടിപൊളി ഗ്ലിച്ചസ് അല്ലേ ഗൈസ്. മറ്റേ ആൾ ഇപ്പോഴും അവിടെ ഉണ്ട്. എൻ്റെ അമ്മച്ചി അയാൾ ഇനി അവിടെ തന്നെ കാണുമെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം അയാൾ അവിടെ തന്നെ ഉണ്ട്. ഇനി നമുക്ക്
ഇവിടുന്ന് ഇറങ്ങി നോക്കാം. എന്തുകൊണ്ട് ഇത്? എൻ്റെ അമ്മച്ചി ഇതാണ് വെറുത്ത ഇത് എന്തോ പറയുന്നത് എനിക്ക് അറിഞ്ഞൂടാ. നമ്മൾ ചടേന്ന് ഒരു താഴോട്ട് പോയിക്കൊണ്ടിരിക്കും. പിന്നെ ഗൈസ് നമ്മുടെ ഈ ഗെയിമിൽ ന്യൂ ക്യാരക്ടർ അപ്ലോഡ് ആയിട്ടുണ്ട്. ഇനി ജനുവരി 16 പുതിയ എന്തോ മിസ്റ്റർ ബീസ്റ്റിൻ്റെ ക്യാരക്ടറും വരുന്നുണ്ട് ഗൈസ്. അപ്പം നമ്മൾ ബുൾക്കിനെ ഓൾറെഡി ട്രൈ ചെയ്തു. നിങ്ങൾക്കിനി ക്യാരക്ടേഴ്സ് വേണമെങ്കിൽ നിങ്ങൾ നേരെ പ്ലേ സ്റ്റോറിൽ പോയിട്ട് IBD3D പ്ലഗ്ഇൻ അടിച്ചു കൊടുത്താൽ മതി. എന്നിട്ട് പ്ലഗ്ഇൻ ആപ്പ് കിട്ടും. അതിൽ കയറി നിങ്ങളുടെ ഡൗട്ട്സ് എല്ലാം മാറും ഗൈസ്. എങ്ങനെയാണ് ക്യാരക്ടർ സ്വിച്ചിങ്. പിന്നെ അറിയാമല്ലോ ബുൾക്കിനെ കിട്ടണമെങ്കിൽ PM10 അടിച്ചിട്ട് ഹൾക്കില്ലേ അതിനാണ് ബുൾക്ക് എന്ന് പറയുക. അതിനെ PM10 അടിച്ചിട്ട് നിങ്ങൾ നേരെ ഒന്ന് ഇത് ചെയ്യുക. എന്താണ് മിനിമൈസ് അല്ലല്ലോ എന്തോന്ന് പറയാന്ന് അറിഞ്ഞൂടാ. മിനിമൈസ് ചെയ്തിട്ട് നിങ്ങൾ ആദ്യം തൊട്ട് എടുക്കുക അപ്പം നിങ്ങൾക്ക് ബുൾക്കിനെ കിട്ടും, അഥവാ ഹൾക്ക്. നമുക്കപ്പോൾ ഈ ഗെയിമിൽ ഇയാളുടെ സിസ്റ്റർ വന്നിട്ടുണ്ട്. ഇയാളുടെ സിസ്റ്റർ എന്ന് പറഞ്ഞാൽ ഇങ്ങയുടെ പേരെന്തോ അറിയാം. അപ്പോൾ നമ്മുടെ ഈ ക്യാരക്ടർ നിങ്ങൾ നല്ല പേര് കണ്ടുപിടിച്ച് ഇടുവാണെങ്കിൽ ഞാൻ നിങ്ങളുടെ ആ പേര് ഈ ക്യാരക്ടറിന് ഇടുന്നതായിരിക്കും. പിന്നെ നമ്മുടെ IBD3Dയുടെ സ്റ്റോറീസിനെല്ലാം നമ്മൾ ആ പേരായിരിക്കും ഇടുക. സോ നിങ്ങളെല്ലാവരും ഇയാൾക്ക് നല്ലൊരു പേര് കമൻറ്റ് ചെയ്യുക ഗൈസ്. അപ്പോൾ ഈ ബൈക്ക് യഥാർത്ഥത്തിലുണ്ടോ എന്ന് ഡൗട്ടാണ്. ട്രോൺ ബൈക്കാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ബൈക്ക്. നല്ല സ്പീഡാണ് ഗൈസ്. അപ്പോൾ അടുത്ത ഗ്ലിച്ച് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന ഗ്ലിച്ചെന്ന് തോന്നുന്നത് നമ്മുടെ പോലീസ് സ്റ്റേഷൻ ഗ്ലിച്ചാണ് ഗൈസ്. അത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന തോന്നുന്നു ഗൈസ്, പോലീസ് സ്റ്റേഷൻ ഗ്ലിച്ച്. ഓക്കെ, നമുക്ക് ജസ്റ്റ് ഞാൻ അറിയാത്തവർക്ക് വേണ്ടി ജസ്റ്റ് കാണിച്ചു തരാം. എൻ്റെ പ്രീവിയസ് വീഡിയോസ് കണ്ടവർക്ക് മനസ്സിലാവും. ഇവിടെ പോലീസ് ആരുമില്ല ഗൈസ്. അയ്യോ ഇയാളെന്തിനാ ഇവിടെ ഒരിടിക്ക് ചത്ത. നമ്മളാരാണ്? ബ്രൂസ്ലിയോ? ഇവിടെ ആരുമില്ലടേ. ഇപ്പോൾ കുറേ അപ്ഡേറ്റ്സിൽ അവിടെ ഒരു പോലീസ് 2 പോലീസ് അങ്ങനെയൊക്കെ ഉള്ളൂ. പണ്ട് അകത്ത് റിസപ്ഷനിലും കുറേ ആൾക്കാരുണ്ടായിരുന്നു. ഇപ്പോൾ അങ്ങനൊന്നുമില്ല ഗൈസ്. അതെന്തോ ഗ്ലിച്ചാണെന്ന് തോന്നുന്നു. നമുക്ക് പോലീസ് സ്റ്റേഷനിൽ കയറാൻ ഒരു വഴിയേ ഉള്ളൂ. നമ്മുടെ ബൈക്ക് നമ്മുടെ ഈ കട്ടിലിൻ്റെ അടുത്ത് കൊണ്ടുപോയി വെക്കുക, അല്ലെങ്കിൽ ഈ ജയിലിൻ്റെ അടുത്ത് കൊണ്ടുപോയി വെക്കുക. നിങ്ങൾക്കിപ്പോൾ സ്റ്റോറി മോഡൊക്കെ കളിക്കുമ്പോൾ ജയിലിൽ കയറുന്ന ആൾക്കാർ ഇങ്ങനെയാണ് ജയിലിൽ കയറുക. അയ്യോ ശരിയായില്ല ഗൈസ്, നമുക്ക് കുറച്ചും കൂടി അടുപ്പിച്ച് വെക്കണം. വെയിറ്റ് ഇങ്ങനെ ഇട്ടാൽ മതി. നില്ല ഞാൻ നന്നായിട്ട് റിവേഴ്സ് എടുത്ത്. ഓക്കെ ഇനി അയ്യോ ഫുള്ള് കുഴപ്പമാണ് ഗൈസ്. ഗ്ലിച്ചാണിത്. ഓക്കെ ഇനി യെസ് ഗൈസ്. എന്തുവാടേ ഇപ്പോൾ എന്താണ് ഇപ്പോൾ ഗ്ലിച്ചൊക്കെ മാറ്റിയാവത്. പണ്ടിത് വലിയൊരു അൾട്ടിമേറ്റ് ഗ്ലിച്ചായിരുന്നു ഗൈസ്. ഈ ഗെയിമിൽ ജയിലിൽ കയറാനുള്ള ആകെ വഴി ഇതാണ്. പോലീസ് കൊന്നു കളയത്തേ ഉള്ളൂ. GTA പോലീസ് കൊല്ലും, നമ്മളെ ജയിലിലൊന്നും പിടിച്ചിടത്തില്ല. അതിന് ഇതേപോലെ ട്രിക്സ് ആൻഡ് ടാക്ടിക്സ് ഒക്കെ വെച്ചിട്ടേ നമുക്ക് ഇപ്പോൾ കയറാം. അയ്യോ ഇതെന്ത് കഷ്ടമാണ്. എനിക്ക് തോന്നുന്നു അവർ ഗ്ലിച്ച് എന്തുവാടേ ഇത്? എന്തുവാടേ ഇത്? ഫുള്ള് ഗ്ലിച്ചാണല്ലോടെ. ഇതിപ്പോൾ മറ്റേതിനെക്കാട്ടിയും അപാരപ്പെട്ട ഗ്ലിച്ച് ഗൈസ്. നൈസ്. ഇങ്ങനെ പിടിച്ച് കയറാം. തിരിച്ച് കയറണമെങ്കിൽ നമ്മുടെ ബൈക്കിൻ്റെ അടുത്ത് പോയി നിന്നാൽ കയറാം. ഓക്കെ, അല്ലാതെ ഇപ്പോൾ നമ്മൾ ജയിലിലായി ഗൈസ്. ഇനി കയറണമെങ്കിൽ വേണമെങ്കിൽ ഇവിടെ നിന്നും കയറാം ഗൈസ്. അതാണ് ഞാനിപ്പോൾ പറയാൻ വന്നത്. ഇവിടെ നിന്ന് അങ്ങോട്ട് കയറാൻ പറ്റില്ല, പക്ഷെ നമുക്ക് തിരിച്ച് കയറണമെങ്കിൽ ഇവിടെ നിന്ന് കയറാം. ഇപ്പോൾ ഈസി പീസി ഗ്ലിച്ചായി ഗൈസ്. മറ്റേത് ബൈക്ക് കൊണ്ട് വെക്കണത്. ഇപ്പം നമ്മൾ കട്ടിലിൻ്റെ അടുത്ത് പോയി നിന്നിട്ട് ഇങ്ങനെ കാണിച്ചാൽ നമ്മളങ്ങ് കയറും. നമ്മൾ കട്ടിലിൽ കയറുന്നില്ല. പിന്നെ ഇവിടെ പോയി നിൽക്കുക. എന്നിട്ട് അയ്യോ പിന്നെ കുടുങ്ങിയ ഇങ്ങനെ ആക്കിയിട്ട് ദൈസ് നമ്മൾ സ്റ്റെപ്പിൻ്റെ അടുത്ത് വരിക. ഇതിൻ്റെ മേളിലത്തെ നിലയിലാണ് ഇനി പോലീസുകാരെ കാണുന്നില്ല. ഇപ്പം നമ്മുടെ ഈ ഗെയിമിൽ ഇൻഫിനിറ്റി ഹെൽത്ത് എടുക്കാം. അമ്മച്ചി ഇൻഫിനിറ്റി ഹെൽത്ത് എന്ന് പറഞ്ഞുള്ളൂ. അതാ കിടക്കുന്ന നാളെ ഈ ഗെയിമിൽ ഇപ്പോൾ ഇൻഫിനിറ്റി ഹെൽത്തിൻ്റെ ചീറ്റ് കോഡ് ഡീആക്ടിവേറ്റ് ആവുമെന്ന് തോന്നുന്നു. ആ ചീറ്റ് കോഡ് അടിക്കുമ്പോൾ ഇൻഫിനിറ്റി ഹെൽത്ത് വരുന്നില്ല. അതിനെപ്പറ്റി കൂടുതൽ ആർക്കെങ്കിലും അറിയാമെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യാം. എന്താണ് നമ്മുടെ ഇൻഫിനിറ്റി ഹെൽത്തിന് പറ്റിയെന്ന് അറിയത്തില്ലല്ലോ ഗൈസ്. അപ്പോൾ നമുക്ക് ഇയാളുടെ സിസ്റ്ററിനെ ഒന്ന് കാണിച്ചു തരാം. അതിന് നിങ്ങൾ ഫോൺ എടുക്കുക, PM9 അടിക്കുക. PM10 അടിക്കുമ്പോൾ നമ്മുടെ സ്വന്തം ബുൾക്ക് വരും. എന്നിട്ട് ടിക്ക് കൊടുക്കുക. എന്നിട്ട് നിങ്ങളൊന്ന് മിനിമൈസ് ചെയ്തെടുക്കുക.
ഓക്കെ ഫ്രണ്ട്സ്, നമ്മുടെ പുതിയ ക്യാരക്ടറിനെ നോക്കൂ. ഇത് ഇയാടെ അനിയത്തിയോ ചേച്ചിയോ എങ്ങാണ്ടാന്ന് തോന്നുന്നു. നേരത്തെ ഉള്ള ആളില്ലേ, അയാൾ അനിയത്തിയോ ചേച്ചിയോ എങ്ങാണ്ടാ. അപ്പോൾ ഇവർ അത്യാവശ്യം നല്ല രീതിയിലാണ് ഇവർ ക്രിയേറ്റ് ചെയ്തേക്കുന്നത്. ഈ സ്റ്റുഡിയോയിലെ ആൾക്കാർ ഇവർക്ക് ഇടിക്കാനൊക്കെ നന്നായിട്ട് പറ്റും, നന്നായിട്ട് ചാടാനൊക്കെ പറ്റും. ഒരു ഗ്ലിച്ചിൻ്റെ കാര്യം പറഞ്ഞാൽ ഗ്ലിച്ചല്ല, പുതിയ ഇന്നലെ വന്നൊരു അപ്ഡേറ്റ് ആയിരുന്നു ഗൈസ്, അത് ഞാൻ കാണിച്ചില്ല. ചാടലൊക്കെ കുഴപ്പമില്ല. ഗണ്ണാ, ഗണ്ണ് ഇത്തിരി പൊക്കിയാണ് പിടിക്കുന്നത്. അതുകൊണ്ട് എല്ലാം ഗണ്ണും പൊക്കിയാണ് പിടിക്കുക. ഇതും പൊക്കിയാൽ പിടിക്കുക, ഇത് ഓൾറെഡി പൊങ്ങിയിരിക്കുക. ഇതും പൊക്കിയാൽ പിടിക്കുക, എല്ലാം വെപ്പൺസും പൊക്കിയാൽ പിടിക്കുക. നമുക്കൊന്ന് ഇടിച്ചു നോക്കാം ആരെങ്കിലും. അയ്യോ എന്നെ ഇടിക്കല്ലേ. നമ്മുടെ ഇടി ഭയങ്കര പവർഫുൾ ആണെന്ന് തോന്നുന്നു. അയ്യോ ഞാൻ ഇപ്പോൾ ചാവെന്ന് തോന്നടേ. എന്താടെ ഇടിച്ചിട്ട് ഫൈനലി നമുക്ക് ജസ്റ്റ് ഒന്ന് നമ്മുടെ പവർ ട്രൈ ചെയ്തതാണ്. നമ്മുടെ RGS ടൂളിലാണ് മെഗാ അപ്ഡേറ്റ് വന്നിരിക്കുന്നത്. അതിൽ നമ്മളിപ്പോൾ SAVE സേവ് എന്ന് ഇവിടെ അടിച്ച് സേവ് ചെയ്തെന്ന് വിചാരിച്ചോ. എന്നിട്ട് നമ്മൾ ഇപ്പോൾ നമ്മുടെ ഈ കാതി കയറി അപ്പത്തെ നമ്മുടെ റെയിൽവേ സ്റ്റേഷനോ അല്ലെങ്കിൽ ഏതെങ്കിലും സ്ഥലത്ത് പോയെന്ന് വിചാരിക്കുക. നമുക്ക് മറ്റേ നമ്മുടെ ഫാക്ടറി ഇല്ലേ, നമ്മുടെ ബോസിൻ്റെ ഫാക്ടറിയാണിത്. അതിൻ്റെ ഗ്യാരേജിൻ്റെ മേളിൽ കൂടെ അപ്പുറത്ത് പോകും. നമ്മുടെ ബോസ് അവിടെ നിൽപ്പുണ്ട്, പക്ഷേ ബോസ് ഇപ്പോൾ സ്റ്റോറി മിഷൻ ഒന്നും തരുന്നില്ല കുറേ നാളുകൊണ്ട്. അപ്പം ഈ ക്യാരക്ടർ ചൂസിങ് എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു ഫ്രണ്ട്സ്. അപ്പോൾ ഞാൻ ഓടിച്ച് ഇങ്ങോട്ട് വന്നു ഗൈസ്. നമ്മുടെ ഈ ലേഡിയുടെ ഡ്രൈവിങ് ഭയങ്കര പൂവറാണ്, ഭയങ്കര സ്പീഡിലുമാണ് ഓടിക്കുന്നത്. എൻ്റെ അമ്മ ഇടിച്ചിടിച്ച് ബ്രേക്കേ കിട്ടുന്നില്ല, അങ്ങനത്തെ രീതി. ഇനി ഇവിടെ നിൽക്കുക. നമ്മൾ ഫോൺ എടുത്തിനി LOAD ലോഡെന്ന് ഞെക്കിക്കഴിഞ്ഞതാ നമ്മൾ എവിടെ നിന്നാണോ സേവ് എന്ന് അടിച്ചാൽ അവിടെ വരും. പ്ലെയർ പൊസിഷൻ ലോഡഡ്, പ്ലെയർ പൊസിഷൻ സേവ്. ഇതെന്ന് പറഞ്ഞാൽ നമ്മൾ ഇനി ഗെയിം റീസ്റ്റാർട്ട് ചെയ്തിട്ട് ഇനി അവിടെ നിന്നിട്ട് ലോഡ് അടിച്ചാൽ നമ്മൾ ഇവിടെ വരും ഗൈസ്. അതാണ് അതിൻ്റെ പ്രത്യേകത. നല്ല ഒരു പുതിയൊരു സൂപ്പർ അഡ്വാൻറ്റേജ് ആണിത്. ഇവർക്ക് ഇവയുടെ ഓക്കെ താതായ വീണ് കേട്ടാ. ഈ ഗെയിമിലൊരു മെയിൻ പ്രശ്നം ഗൈസ് വെയിറ്റ് ഞാൻ വീട് ശ്രദ്ധിച്ചില്ല. ദൂരെ നിൽക്കുമ്പോൾ സോഫയൊക്കെ മാഞ്ഞു പോന്ന്. അടുത്ത് വരുമ്പോൾ സോഫയുണ്ട്. നിങ്ങൾക്ക് അകത്ത് നിന്ന് കാണാം. ഇപ്പോൾ അവിടെ സോഫയൊന്നുമില്ല. ഞാൻ അടുത്തോട്ട് വരുമ്പോൾ സോഫ വരും. സ്വിമ്മിങ് പൂളിൽ ചാടിയേ അതാ കണ്ട. ദൂരോട്ട് പോകുമ്പോൾ സോഫയില്ല, അടുത്തോട്ട് വരുമ്പോൾ സോഫയുണ്ട്. അത് ഈ ലേഡിയുടെ സ്വിമ്മിങ് ഇച്ചിരിയും കൂടി പെർഫെക്റ്റാണ്. ഇതെന്താ കയറാത്ത? ഓക്കെ, നമ്മുടെ പുതിയതായിട്ട് വേറെ അപ്ഡേറ്റ്സ് ഒന്നും ഇതുവരെ വന്നിട്ടില്ല. കുറേ അപ്ഡേറ്റ്സ് ഓൾറെഡി ഇവർ ആഡ് ചെയ്തു. ഇപ്പോൾ എനിക്ക് തോന്നുന്നില്ല 4 വർഷം കൂടി കഴിഞ്ഞിട്ട് ഈ ഗെയിം നന്നായിട്ട് ലെവലപ്പ് ആവുമെന്ന് തോന്നുന്നു. പിന്നെ ഇപ്പോൾ ഡോൺ അടിക്കുമ്പോൾ DON അടിച്ചാൽ ഡ്രോൺ വരും. DON അടിക്കുമ്പോൾ ഈ ഡ്രോൺ സ്പോണോ. ഇപ്പം നമുക്ക് നമ്മുടെ ക്യാരക്ടർ നിൽക്കുന്ന കാണാൻ പറ്റും. ഞാൻ ഇവിടെ മുഖം ഒന്ന് കാണിച്ചത്. എന്താ ഇങ്ങനെയാണ് ഇവരുടെ മുഖം ഇരിക്കുക. മറ്റേ ക്യാരക്ടർ പോലെ തന്നെ ഇരിക്കുന്നത്. വേണമെങ്കിൽ നമുക്ക് ആ ക്യാരക്ടറിൻ്റെ ചേച്ചിന്നോ അനിയത്തിന്നോ പറയാം. ഓക്കെ, ഡ്രോൺ ക്യാമറ ഓഫായി. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഫ്രണ്ട്സ്. ഇത് മിനി വീഡിയോ ആണ്. ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത എല്ലാവരും ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബും ചെയ്യുക ഫ്രണ്ട്സ്. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക. എന്നിട്ട് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് കമൻറ്റും ചെയ്യുക ഗൈസ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. താങ്ക് യു.